ശ്രീമതി ഗായത്രി വർഷയ്ക്ക് ശ്രീമതി ഗായത്രി വർഷ ഈ ഒറ്റ വിഷയത്തിൽ കൂടി എനിക്കൊരു ചെറിയ പ്രതികരണം. സുരേഷ് ഗോപി ഇന്ന് ചോദിക്കുകയാണ്, ഇത് മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണ്, നിങ്ങൾ ആ തീറ്റ എന്താണ്, തീറ്റ വിറ്റ് പണമാക്കിക്കോളൂ. എന്താണ് തീറ്റ? കേരളം ഇതുവരെ കാണാത്ത ഒരു റിപ്പോർട്ട് വന്ന് നമ്മൾ ഞെട്ടി. എന്താണ്, ഒരു മനുഷ്യ സഹനത്തിൻ്റെ പരമാവധിയിൽ സ്ത്രീകളോട് കാണിക്കാൻ കഴിയാവുന്ന അങ്ങേയറ്റത്തെ വൃത്തികേട് കാണിച്ച റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് അത് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന തീറ്റയാണ്, അത് മാധ്യമങ്ങൾ വിറ്റ് ഈ റിപ്പോർട്ട് കിട്ടിയ പിന്നെ ഞങ്ങൾ തലയ്ക്ക് വെച്ചുറങ്ങണോ ശ്രീമതി ഗായത്രി? ഹാഷ്മി, ഇതിനകത്ത് ഈ ചർച്ചയുടെ ഈ ഭാഗം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ആദ്യം തന്നെ വളരെ പരിഭവം നിങ്ങളോട് പറഞ്ഞു. മാധ്യമക്കാരും ബി ജെ പിയുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഈ ഒരു വിഷ്വലിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണത്തിൻ്റെ അകത്ത് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള തീറ്റയല്ല. ഇപ്പം ഇതുവരെ ഒരു ചർച്ചയിലും ഒരു വിഷയത്തിലും രാഷ്ട്രീയ വിഷയങ്ങളിലും ഒന്നും ചർച്ചയ്ക്ക് വരാതിരുന്ന ഞാൻ ഉൾപ്പെടെ സജീവമായി മാധ്യമങ്ങളുടെ മുമ്പിൽ 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ ചർച്ചയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നിങ്ങൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളും അതിവിമർശനങ്ങളും ഒന്നുമില്ലാതെ തന്നെ വളരെയധികം മുന്നോട്ട് നല്ല രീതിയിൽ വരണം എന്നുള്ള രീതിയിലുള്ള സമീപനം മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കണ്ടേ കാര്യം, സുരേഷ് ഗോപി, ഞങ്ങളൊക്കെ വിളിക്കുന്ന സുരേഷ് ഏട്ടൻ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനായിരുന്നു സിനിമ. ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ, പത്രം മുതൽ ഉള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം MP ആയി വിജയത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇതുപോലെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാതെ പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വിഷ്വലിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആംഗിളിൽ വന്നിട്ട് വളരെ ഭംഗിയാണ് കാണാൻ, വളരെ ഹീറോയിസം ഉണ്ട് കാണാൻ. ആ ഹീറോയിസത്തിൽ വന്നിട്ട് മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുന്നത് വളരെ കൃത്യമായി നമ്മൾ കാണുമ്പോഴും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. ഇത് ഇവരുടെ ഒരു പൊതു രീതിയാണ്. ഈ സത്യേതരം സത്യാനന്തരം എന്നൊക്കെയുള്ള പദങ്ങൾ വന്നത് ഈ സംഘപരിവാറിൻ്റെ ഇത്തരത്തിലുള്ള പ്രവണത തുടങ്ങിയപ്പോൾ തന്നെയാണ്. അതിനെപ്പറ്റി എനിക്ക് അത്രേ കമൻറ്റ് പറയാനുള്ളൂ. ഞാനത് അവിടെ നിർത്തുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നല്ലതല്ല. ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഏറ്റവും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവഗാഹതയോടുകൂടി പെരുമാറേണ്ടതും അഭിപ്രായം പറയേണ്ടതുമായ ആൾക്കാരിൽ ഒരാൾ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയാണ്. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ, സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മളിപ്പോഴും സിനിമാക്കാരനായിട്ടാണ് ആരാധിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിഗറിലോ പൊളിറ്റിക്കൽ രീതികളിലോ അല്ല നമ്മൾക്ക് ഒരു ആരാധനയുമില്ല. പകരം കുറച്ചൊക്കെ വലിയ പ്രതിഷേധങ്ങളുണ്ട്, കുറച്ചൊക്കെ അധികം കോമാളി വേഷം കെട്ടുന്നു എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ, സിനിമാക്കാരനെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് സിനിമയുടെ വിഷയത്തിൽ അവഗാഹതയോട് കൂടി തന്നെ ഞാൻ അഡ്വക്കേറ്റിൻ്റെ വാക്ക് കടമെടുക്കുകയാണ്. അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവണം എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് കാണിച്ച ഈ പ്രകടനം അതിമോശം എന്ന് മാത്രമേ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. താങ്ക് യു ഗായത്രി.